വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. മാസപ്പടി വിവാദത്തിൽ കേസ് എടുക്കാനാകില്ലെന്ന വിജിലൻസ് കോടതി വിധി ആയുധമാക്കുകയാണ് CPIM. തെറ്റായ ആരോപണം ഉന്നയിച്ച മാത്യു കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് EP ജയരാജൻ പറഞ്ഞു. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ പ്രതികരണം. വിജിലൻസ് കോടതി അവസാന കോടതിയല്ലെന്ന് K സുധാകരന്റെ പ്രതികരണം. ഒരു രേഖയുമില്ലാതെ കോടതിയിൽ പോയതിനു പിന്നിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നായിരുന്നു കേന്ദ്രമന്ത്രി V മുരളീധരന്റെ വിമർശനം. വിവരങ്ങളുമായി VA ഗിരീഷ് ചേരുന്നുണ്ട്. ഗിരീഷ്, കേന്ദ്രമന്ത്രി V മുരളീധരന്റെ ഈ ഒരു വിമർശനം അത് മനഃപൂർവ്വമായി തന്നെ ഒരു രേഖകളുമില്ലാതെ വെറുതെ ഒരു കേസ് കൊടുക്കുന്നു, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തെളിവുകളില്ലാതെ പോകുന്നു എന്നുള്ള രീതിയിൽ ഇരുപക്ഷത്തിനെയും വിമർശിക്കുന്നു V മുരളീധരൻ. പക്ഷേ അതങ്ങനെയല്ല, ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ കുഴൽനാടൻ? സ്മിത, മാസപ്പടി ആരോപണം പോലെ തന്നെ മാസപ്പടി കേസിലെ വിജിലൻസ് കോടതി വിധിയും രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാവുകയാണ്. ഇത് വലിയ തരത്തിലുള്ള ഒരു ആയുധമാക്കുകയാണ് CPIM. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കുടുംബത്തെയും വേട്ടയാടാനുള്ള ഒരു ആരോപണമാക്കി ഇത് കോൺഗ്രസും UDFും ഇതിനെ ഉപയോഗിച്ചു. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത്തരത്തിലൊരു ആരോപണം UDF കെട്ടിച്ചമച്ചത് എന്നുള്ളതാണ് CPIM ഇപ്പോൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ ഒരു തിരിച്ചടി ഈ മാത്യു കുഴൽനാടനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും ഉണ്ടായത് എന്നും CPIM വിലയിരുത്തുന്നുണ്ട്. ഒരു സംരംഭക എന്ന നിലയിൽ പോലും മുഖ്യമന്ത്രിയുടെ മകളെ അംഗീകരിക്കാൻ കോൺഗ്രസിനോ UDFിനോ കഴിയുന്നില്ല. മറിച്ച് അത് സംരംഭകയുടെ കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയ നേട്ടം അത് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തെയും വേട്ടയാടാനായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഉപയോഗിച്ചത്. ഇതിന് കിട്ടിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ മാത്യു കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് CPIM ഇപ്പോൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം. ഈ വാദം ഉയർത്തിക്കൊണ്ട് വരും ദിവസങ്ങളിലും പ്രചരണം ശക്തമാക്കാൻ തന്നെയാണ് CPIMന്റെയും ഇടതുമുന്നണിയുടെയും തീരുമാനം. എന്നാൽ അതേസമയം തന്നെ ഉയർന്ന കോടതിയെ സമീപിക്കും, അപ്പീൽ നൽകും എന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഒരു തരത്തിലും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വേട്ടയാടാൻ താൻ നടത്തിയ നീക്കമല്ല, നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച ഒരു വിഷയമാണ്. സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലയിൽ ആണ് താൻ ഇതിനെതിരെ കേസ് നൽകിയത്. ഈ കേസുകളെല്ലാം പരിശോധിച്ച ശേഷം കോടതി നടത്തിയ ഈ വിധി, ഇതിൽ നിരാശയുണ്ട്, ഇത് അപ്രതീക്ഷിതമാണ്, ഇത് നിയമ പോരാട്ടത്തിൽ ഒരു തിരിച്ചടിയാണ്. പക്ഷേ ഈ വിധി പരിശോധിച്ചുകൊണ്ട് അപ്പീൽ പോകാൻ തന്നെ കോൺഗ്രസും മാത്യു കുഴൽനാടനും തീരുമാനിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് KPCC പ്രസിഡന്റ് K സുധാകരനും പറഞ്ഞത്. വിജിലൻസ് കോടതി എന്നത് ഒരു അവസാന വാക്കല്ല, ഉയർന്ന കോടതിയെ ഇക്കാര്യങ്ങളിൽ സമീപിക്കും. അതിനുള്ള ജാഗ്രത ഏതായാലും മാത്യു കുഴൽനാടനുണ്ട് എന്ന് K സുധാകരനും വ്യക്തമാക്കുന്നു. എന്നാൽ BJP ഉയർത്തുന്നത് മറ്റൊരു തരത്തിലുള്ള ആരോപണമാണ്. ഒരു രേഖയുമില്ലാതെ, ഇത്തരത്തിൽ ഒരു പേപ്പറും ഇല്ലാതെ നേരെ കോടതിയിൽ പോയി മുഖ്യമന്ത്രിക്ക് അനുകൂലമായ ഒരു ക്ലീൻ ചിറ്റ് നൽകുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇതിന് പിന്നിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമുണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് പിന്നിൽ ആരാണ് എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ BJP ഉയർത്തുന്നത്. സ്മിത, ശരി. VA ഗിരീഷാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.